അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. 47 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുക്കറും സാധനങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. സോ അതൊക്കെ ചേർത്തിട്ട് എനിക്ക് നാട്ടിൽ നിന്നൊരു പാർസൽ അയച്ചിട്ടുണ്ട്. നമുക്കത് പൊട്ടിക്കാം. സോ പെട്ടി പൊട്ടിക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എങ്ങനെ തുറക്കുക? Line cut. തുറക്കാൻ പാടില്ല അയച്ചവരുണ്ടല്ലോ. മറ്റേ റൺവേ സിനിമയില് ഹരിശേഷം പറയുന്ന പോലെ ഡോണ്ട് ഓപ്പൺ പൈലറ്റ് എന്ന് എഴുതിയ പോലെ സാധനം തീരണ്ടേ. A few years later. Yes. എൻ്റെ അമ്മേ, നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇത് ഉറപ്പായിട്ട് എൻ്റെ അമ്മ അയച്ച സാധനം, അല്ലെങ്കിൽ അമ്മ മേടിച്ച സാധനം. ഇൻസ്റ്റൻറ്റ് പാലട മിക്സ്. ഓണം ആയതുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ, നോക്കാം. എന്തൊക്കെയോ കവറിലൊക്കെ അയച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ പാർസൽ ഓരോ കവറിലാക്കിയിട്ട് അയച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിലിട്ട് അയച്ചാൽ പോയിരുന്നവർക്ക്. ഫ്രൂട്ടി. ഓക്കെ, ഇതെൻ്റെ ചേച്ചി, എൻ്റെ സഹോദരി എനിക്ക് മേടിച്ചതാ. ഇതിനകത്ത് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, സോപ്പ് സാധനങ്ങളൊക്കെയാണ്. നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നത് തീർന്നിട്ടില്ല. ഇതൊക്കെ നമുക്ക് അടുത്ത മാസം യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഓണത്തിനുള്ള എല്ലാ സാധനവും ഉണ്ട്. സാമ്പാർ പൗഡർ. ഇത് ഒഴിച്ച സാമ്പാറാവോ? റെഡി ടു ഈറ്റ്. അപ്പോൾ ഇതിനകത്ത് വെള്ളം വെച്ച സാമ്പാറാവും തോന്നുന്നു. അതെ, പാക്കറ്റ് പൊട്ടിക്കാതെ വെള്ളത്തിൽ 3 മിനിറ്റ് ഇട്ട് വെച്ചാൽ സാമ്പാർ റെഡി. കൊള്ളാലോ. അമ്മ ഞാനിതാ നാളെ തൊട്ട് ദോശയും സാമ്പാറും. ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ല. ഞാനിവിടെ വന്നിട്ട് എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു, ഞാൻ ഒരു ദിവസം ഫുള്ള് ബിരിയാണി കിട്ടിയാലും ബിരിയാണി കഴിക്കുന്ന ആളെ, ഇവിടെ കിട്ടുന്ന ബിരിയാണി ഒന്നും കൊള്ളത്തില്ല, 10 വയസ്സില്ല എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻറ്റ് ബിരിയാണി, ദിണ്ടുക്കൽ ബിരിയാണി. ഇതിനകത്ത് വെള്ളം വെച്ചപ്പോൾ ബിരിയാണി വന്നു. ആഡ് 400 ml വാട്ടർ. ബിരിയാണി, ഇൻസ്റ്റൻറ്റ് ബിരിയാണി. ഇതൊക്കെ ഞാൻ ഇനി എപ്പോൾ ഉണ്ടാക്കാനാ? ഇടിയപ്പത്തിൻ്റെ പാക്കറ്റ് മാത്രമുണ്ട്, സാധനമില്ല. പൈലറ്റ് എടുത്തു തോന്നുന്നു. വീണ്ടും കേരള ചിക്കൻ കറി ഇൻസ്റ്റൻറ്റ്. ഇതിനകത്ത് വെള്ളം വെച്ചാൽ ചിക്കൻ കറി റെഡി എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരെ കമ്മിയോ ചിക്കൻ. ഇത് ഓയിൽ തലയിൽ തേക്കാനാണെന്ന് തോന്നുന്നു. അല്ല, ഇത് നമ്മുടെ വെളിച്ചെണ്ണ. ഓക്കെ, ഇത് ഡ്രസ്സാണോ? ടീ-ഷർട്ട്.
ടീഷർട്ട്. Again t-shirt. ഇതെന്താ? ഇത് ഞാൻ ഇവിടെ 2-3 ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് എക്സിക്യൂട്ടീവ് പാൻറ്റില്ല. അപ്പം ഞാൻ നാട്ടിൽ എനിക്ക് വെറുതെ വെച്ചിരിക്കുക. അപ്പോൾ അത് അയക്കുകയാണെങ്കിൽ അതും ചേർത്ത് അയക്കാൻ പറഞ്ഞു. ഒരു ബ്ലാക്ക് ഫോർമൽ പാൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഷൂ ഓക്കെ അതവിടെ അയക്കാം. വീണ്ടും ഒരു ടീഷർട്ട്. അഗൈൻ ടീഷർട്ട്. നമുക്കിനി അടുത്ത ഓടിക്കാം. നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് പോയി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ് എന്തിനാ? ഓ മൈ ഗോഡ്. ഞാൻ ഒരു ദിവസം മിനിമം 3 കോഫിയെങ്കിലും കുടിക്കും. 2-3 കോഫിയെങ്കിലും കുടിക്കും. അപ്പോൾ സൺറൈസിൻ്റെ സാഷെ, യെസ്, ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് നിറച്ചും സാഷയാ. യെസ്, സൺറൈസിൻ്റെ കാപ്പിപ്പൊടി. നമുക്കിനി വെള്ളത്തിന് പകരം കാപ്പി കുടിക്കാം. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഹാ ഹാ, റോക്കറ്റ്. പപ്പടം. ഇത് ഞാൻ പറയുന്ന പോലെ ഓരോ സദ്യ എടുക്കാനുള്ള എല്ലാ സാധനവും ഇതിനകത്തുണ്ടെന്ന്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം വെച്ചാൽ പോരെ. നമ്മൾ പെട്ടെന്ന് പണി തരും. ഇന്നത്തെ നൂഡിൽസ്, സോയ ചങ്ക്സ്. ഞാൻ ജിമ്മിന് പോയ സമയത്ത് എനിക്ക് മറ്റേ ഫേസിൽ പിമ്പിൾസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് സോയ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർത്തിട്ടാന്ന് തോന്നുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ജിമ്മിനാണെന്ന് പറഞ്ഞപ്പോൾ സോയ ഇതിനകത്ത് ഫുള്ള് നൂഡിൽസാണ്. ഫുൾ എൻ്റെ ഒരു നിഗമനത്തിൽ ഇതിനകത്ത് ഡ്രസ്സായി. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതിനകത്ത് ഡ്രസ്സ് ഇടുന്നു. ഈ ടീഷർട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് ബാഗേജിൽ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാനിത് ഇടാൻ പറ്റാതെ എൻ്റെ ചേച്ചിക്ക് എടുത്തു കൊടുത്തിട്ട് വന്നതാണ്. ഇത് ആ സമയത്ത് ഇങ്ങനത്തെ സാധനം നാട്ടിൽ ട്രെൻഡിങ് ചെയ്തിട്ടുന്ന സമയത്ത് ആ സമയത്ത് എടുക്കാം. എന്താ ടർക്കിയോ? ഓ ഫക്ക്. ഷർട്ട് കൊള്ളാല്ലേ. ഇതാരുടെ സെലക്ഷൻ? അമ്മേടെ ഷർട്ട് ഗൈസ്. ഇതെന്താ? വീണ്ടും ഒരു ഷർട്ട്. അല്ല, ഇത് ടീഷർട്ട്. ഇതെന്താ? ബ്ലാക്ക് ഷർട്ട്. നമ്മളിൽ ഒരു ദിവസം ദിണ്ടുക്കൽ ബിരിയാണി, ഒരു ദിവസം തലശ്ശേരി ബിരിയാണി. ഇതിനകത്ത് ഫുള്ളും സ്പൈസസ് ആണ്. ഗരം മസാല. ഇതെന്താ? ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. ഇതെന്താ? ദോശ ബാറ്റർ. ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ. അതൊക്കെ ഇവർ എന്തിനാ അയച്ചതാണ്. ഓക്കെ, വാട്ടെവർ. മസാല ദോശ. ഇതിൻ്റെ കിച്ചണിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് നോക്കി. പിന്നെ സെയിം. എനിക്ക് ഇവിടെ 2-3 ഇൻ്റർവ്യൂവിന് പോയപ്പം എനിക്ക് ഫോർമൽ ഷൂസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതും നാട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് ഫോർമൽ ഷൂസ് വേണം എന്ന് പറഞ്ഞിട്ട് അതും എടുത്തത്. അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ഇവിടെ കിട്ടില്ലെന്ന്. ഇതൊക്കെ ഇവിടെ കിട്ടും. പക്ഷെ എന്തായാലും ഒരു കുറേ വൈകുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതും കൂടെ ചേർത്ത് അയച്ചോട്ടെ.
എന്ന് വിചാരിച്ചു. അടുത്ത് ഈ സാധനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേണം, ഞാൻ ഇതിൽ അയക്കുമ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞത് ഈ ഷൂസ്, ബ്ലാക്ക് പാൻറ്, പിന്നെ ഇതാ 2 ബുക്ക്. ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയ ഒരേ ഒരു നല്ല കാര്യം ബുക്ക് വായിക്കില്ല. ഞാൻ 2-3 ബുക്ക് വായിച്ചു തീർത്തു ഇവിടെ വന്നിട്ട്. ലിറ്ററേച്ചർ പഠിച്ചിട്ട് 4-5 വർഷം കൊണ്ട് വായിക്കാത്ത സാധനമാണ് ഇവിടെ വന്നിട്ട് വായിക്കുന്നത്. എനിക്ക് നാട്ടിൽ ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ഞാൻ ഈ ജിമ്മിനൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ ചെറുപയറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മറ്റേ പ്രോട്ടീൻ സോഴ്സായിട്ട് അതൊക്കെ എടുത്ത് കഴിക്കായിരുന്നു. ആ സാധനം ഇത് ഗ്രീൻ പീസ്, ചെറുപയർ, പരിപ്പ് ഒക്കെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷേ അമ്മ മരിച്ചിരുന്ന പോലെ ആവില്ലല്ലോ. ഏത് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ടാൽ ഇടിയപ്പോ അത് പൈലറ്റ് തിന്നു. പൈലറ്റ് തിന്നിട്ടില്ല ഗൈസ്. ഇത് ഇതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇതിന്റെ ബാക്കിയാ. അപ്പൊ ഇതുമാണ് ഒരു സാധനം എന്നാണ് എൻ്റെ നിഗമനം. ഇത് പെട്ടിയിൽ കൊള്ളു നോക്കാം. കൊള്ളുന്നെങ്കിൽ ഇത് അതിന്റെ ബാക്കിയാണ്. ഇനി വരാം. യെസ്, പൈലറ്റ് തിന്നിട്ടില്ല. പൈലറ്റിനെ സംശയിച്ചിട്ടില്ല. ഇത് വീണ്ടും സാൻഡ്രം കൂടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് കഴിക്കാം. എന്തെന്നാ നെയ്യ്. ഇതേപോലത്തെ ഒരു പെട്ടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും അതേ കൂട്ട് എടുക്കാതിരിപ്പുണ്ട്. ഇതെന്തിനാ അമ്മ അയച്ചെന്ന് എനിക്കറിയില്ല, എന്നാലും അമ്മ അയച്ചു. അത് വിട്ടേ. ഇതെന്താ? അച്ചാർ. ടച്ചിങ്സ് അച്ചാറാണെന്ന് തോന്നുന്നു. ഇത് അച്ചാർ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് എടുക്കാൻ പറ്റാതുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായത് ഈ സാധനം എടുക്കാൻ പറ്റാത്തതായിരുന്നു. പീനട്ട് ബട്ടർ. ഈ സാധനം എടുക്കാൻ പറ്റാത്തതിൽ ഞാൻ വിഷമിച്ചിരുന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. നാട്ടിൽ സ്ഥിരമായിട്ട് സാധനം മിസ് ചെയ്യാം. അത് നോക്കാൻ പോകുന്നതായിട്ട് ഓൾ നാച്ചുറൽ മൾട്ടിഗ്രെയിൻ. ഇതിനകത്ത് എന്തോ ന്യൂട്രീഷൻ
മഞ്ഞ ഹെൽത്ത് മിക്സ്. ഇത് എന്തോ ആണെന്ന് തോന്നുന്നു, ബദാം. ഇത് നമ്മൾ 3 സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുടിക്കണം. ഇത് എന്തോ പ്രോട്ടീൻ സോഴ്സാണ്, ഗ്രെയിൻസ് എല്ലാം കൂടെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ഇൻസ്റ്റൻറ്റ് ഫുഡ്, പുട്ട്, കോക്കനട്ട് ചട്നി, ഉപ്മാവ്. ഇതൊക്കെ ഞാൻ വീണ്ടും ഉപ്മാവ്, വീണ്ടും ഉപ്മാവ്, പുട്ട്, വീണ്ടും സാമ്പാർ പൊടി, വീണ്ടും ദോശ ബാറ്റർ, രസം, പൊട്ടി. നാട്ടിൽ നിന്ന് സ്ഥിരം തൊഴിൽ കഴിക്കുന്ന ഒരു സാധനം മിസ്സിങ്, അതാണ് ഞാൻ നോക്കുന്നത്. അതിലുണ്ട് ബിസ്ക്കറ്റ്, ന്യൂട്രിച്ച്, ആരോ റൂട്ട്, യെസ്. മിക്സ്ചർ, വീണ്ടും ആരോ റൂട്ട്, എന്തോ മുറുക്കാണ്. കൂട്ടത്തിലെ കൊമ്പനില്ലേ? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ചിപ്സ്. ഇതായിരുന്നു ഞാൻ കുറെ നേരെ നോക്കിക്കൊണ്ടിരുന്നത്. നാട്ടിൽ നയിക്കുന്ന പെട്ടിയിൽ ഇവിടുത്തെ അഡ്രസ്സ് ഇല്ലെങ്കിലും ചിപ്സും അച്ചാറും ഉണ്ടാവണം. ഞാൻ ഇത് കാണാത്തോണ്ട് കുറെ നേരെ നോക്കുന്നത്. ചിപ്സ്, ഇത്രയും സ്നേഹമുള്ള വീട്ടുകാർ. ഇത് കഴിഞ്ഞു. ഇതിനകത്ത് പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വെറുതെ ഒരു പെട്ടി പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ച് വീഡിയോ എടുത്താ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി ഇത് അടുക്കി പെറുക്കി വെക്കട്ടെ. ബൈ ഗൈസ്.